അൺആക്സെപ്റ്റബിൾ. ജസ്പ്രീത് ബുംറയിൽ നിന്നും ഇത്തരമൊരു പിഴവ് ഒട്ടും അംഗീകരിക്കാനാവില്ല. ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിന് പിന്നാലെ മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കളിയുടെ 14-ാം ഓവറിൽ ബുംറ എറിഞ്ഞ 2 നോബോളുകളാണ് ഗവാസ്കറിനെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത്. ലക്നൗ ബാറ്റർ ഹിമ്മത് സിംഗിനെ റയാൻ റിക്കൽട്ടിന്റെ കൈകളിലെത്തിച്ചതിന് പിന്നാലെയാണ് സ്റ്റേഡിയത്തിൽ നിന്നും നോബോൾ സൈറൻ മുഴങ്ങിയത്. ഒരു ലീഗൽ ഡെലിവറിക്ക് ശേഷം വീണ്ടും ഒരു ഫ്രണ്ട് ഫുട്ട് നോബോൾ. പ്രൊഫഷണൽ ക്രിക്കറ്ററിൽ നിന്നും ഇത്തരമൊരു പ്രകടനം ഒട്ടും അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു കമന്ററിക്കിടെ ഗവാസ്കറിന്റെ വാക്കുകൾ. ബുംറയ്ക്ക് വിശ്രമം ആവശ്യമാണോ? പോയ ദിനങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇങ്ങനെയൊരു ചർച്ചകൾക്കും തുടക്കമായിട്ടുണ്ട്. IPL 19-ാം പതിപ്പിൽ ഇതുവരെ 10 മാച്ചിൽ നിന്ന് 3 വിക്കറ്റ് മാത്രമാണ് മുംബൈ പേസർക്ക് സ്വന്തമാക്കാനായത്. ഓവറോൾ എക്കണോമി 8-ന് മുകളിൽ. ഇന്നലെ LSGക്കെതിരായ മത്സരത്തിൽ 4 ഓവറിൽ വഴങ്ങിയത് 45 റൺസ്. സ്വന്തം തട്ടകമായ വാങ്കഡയിലും ഇന്ത്യൻ സീനിയർ പേസർക്ക് നിലം തൊടാനായിട്ടില്ല. ഇതുവരെ എറിഞ്ഞ 24 ഓവറിൽ വഴങ്ങിയത് 241 റൺസ്. നേടാനായത് ഒരേ ഒരു വിക്കറ്റ്. ബാറ്റർമാരെ അനുകൂലിക്കുന്ന ഫ്ലാറ്റ് പിച്ചാണെന്ന് പറയുമ്പോഴും ഏതു പ്രതികൂല സാഹചര്യത്തിലും തൻ്റെ സ്പെൽ ഫലപ്രദമായി ഉപയോഗിച്ചൊരു ഭൂതകാലമാണ് അയാൾക്കുള്ളത്. എന്നാൽ ഈ സീസണിൽ പേസ് വേരിയേഷനുകൾ എതിർ ബാറ്റർമാർ കൃത്യമായി പിക്ക് ചെയ്യുന്നതാണ് പല മത്സരത്തിലും നമ്മൾ കണ്ടത്. വൈഭവ് മുതൽ സെലീൽ അറോറ വരെ ബുംറയെ ഗാലറി എത്തിക്കുന്ന കാഴ്ചക്കും ഇത്തവണ ആരാധകർ സാക്ഷ്യം വഹിച്ചു. ഈ സീസണിൽ കൂടുതൽ നോബോൾ എറിഞ്ഞ ബോളർമാരിലും ആദ്യ പേരുകാരൻ ബുംറ തന്നെ. നിലവിൽ 3 ഫോർമാറ്റിലും ഇന്ത്യയുടെ നമ്പർ 1 ബോളറാണ് ബുംറ. റെഡ് ബോൾ ക്രിക്കറ്റിലും വൈറ്റ് ബോൾ ക്രിക്കറ്റിലുമെല്ലാം ക്രൂഷ്യൽ റോൾ. നിലവിലെ മോശം ഫോം താൽക്കാലികമാണെന്ന കാര്യത്തിലും സംശയം ഏതുമില്ല. എന്നാൽ നിരന്തരം വിശ്രമമില്ലാതെ കളിക്കേണ്ടി വരുന്നത് താരത്തെ തളർത്തി എന്നതാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. IPL പിന്നാലെ ബുംറയ്ക്ക് വിശ്രമം നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ലക്ഷ്യം 2027 ലോകകപ്പ്. 2011-ന് ശേഷം കൈവിട്ട കിരീടം തിരിച്ചുപിടിക്കുക എന്നതാണ് പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറിന്റെയും അടുത്ത ടാർഗറ്റ്. ഇതിലേക്കുള്ള നിലമൊരുക്കലാണ് വരാനിരിക്കുന്ന ഓരോ വൺഡേ സീരീസുകളും. ജൂൺ 20 മുതൽ അഫ്ഗാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ ഏകദിന സീരീസ്. ഈ പരമ്പര മുൻനിർത്തി ബാറ്റിങ്ങിലും ബോളിങ്ങിലും ചില സുപ്രധാന മാറ്റങ്ങൾക്കാണ് ടീം ഇന്ത്യ ഒരുങ്ങുന്നതെന്നാണ് വാർത്തകൾ. ബുംറയ്ക്ക് വിശ്രമം നൽകുകയാണെങ്കിൽ പകരം ആരെത്തുമെന്ന് പ്രധാന ചോദ്യമായി നിലനിൽക്കുന്നു. പരിക്കിനെ തുടർന്ന് ദീർഘകാലമായി ടീമിൽ നിന്ന് പുറത്തായ മുഹമ്മദ് ഷമി ദേശീയ കുപ്പായത്തിലേക്കുള്ള തിരിച്ചുവരവിനുള്ള തീവ്ര ശ്രമത്തിലാണ്. പോയ രഞ്ജി ട്രോഫിയിലടക്കം തിളങ്ങിയ ഷമി IPL-ലും മികച്ച ഫോമിലാണ്. ഇതുവരെ 8 വിക്കറ്റുകളാണ് ലക്നൌവിനായി താരം നേടിയത്. ഭുവനേശ്വർ കുമാറിന് ഇനിയൊരു തിരിച്ചുവരവിനുള്ള ബാല്യമുണ്ടോ? ചോദ്യം വീരേന്ദ്ര സെവാഗിനോടാണെങ്കിൽ യെസ് എന്നായിരിക്കും മറുപടി. പ്രായമല്ല, ഫോമാണ് മാനദണ്ഡമെങ്കിൽ അയാളെ ദേശീയ ടീമിലേക്ക് തിരികെ വിളിക്കണമെന്നാണ് മുൻ ഇന്ത്യൻ ഓപ്പണറുടെ പക്ഷം. സെലക്ഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ സെവാഗ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. നിലവിൽ IPL-ൽ തകർപ്പൻ ഫോമിലുള്ള ഭൂവി 9 മാച്ചിൽ 17 വിക്കറ്റുമായി പർപ്പിൾ ക്യാപ്പ് റേസിൽ 1-ാം സ്ഥാനത്താണ്. എക്കണോമി 7.54. ബാറ്റർമാർക്ക് ആധിപത്യമുള്ള ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ വലങ്കയും പേസറുടെ സ്പെല്ല് വേറിട്ട് നിൽക്കുന്നത് കാണാവുന്നതാണ്. പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും ഒരേപോലെ RCBക്ക് ആശ്രയിക്കുന്ന ബോളറായി 36-കാരൻ മാറുന്നതാണ് നമ്മൾ പോയ മത്സരങ്ങളെല്ലാം കണ്ടത്. നിലവിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കുന്ന പേസർമാരടക്കം നിലനിൽപ്പിനായി പോരാടുമ്പോഴും ഭൂവി ഓരോ മത്സരത്തിലും തന്റെ പ്രകടനം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 വർഷത്തിന് ശേഷം ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് ഭൂവി എത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 2022 ജനുവരിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് RCB താരം ഭൂവി അവസാനമായി ഏകദിനം കളിച്ചത്. ബുംറയ്ക്ക് വിശ്രമം നൽകുകയാണെങ്കിൽ വരാനിരിക്കുന്ന അഫ്ഗാൻ സീരീസിൽ ഇന്ത്യൻ പേസ് അറ്റാക്കിന് നേതൃത്വം നൽകുന്ന ദൗത്യം മുഹമ്മദ് സിറാജിനായിരിക്കും. നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് മത്സരങ്ങളിലെ പ്രധാന താരം. 11 വിക്കറ്റുമായി IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനായും മികച്ച പ്രകടനമാണ് സിറാജ് നടത്തുന്നത്. പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ് എന്നീ ഓപ്ഷനുകളും സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിലുണ്ട്. ഇതിന് പുറമെ IPL-ൽ വരവറിയിച്ച അൻഷുൽ കമ്പോജ്, പ്രിൻസ് യാദവ്, മൊഹ്സിൻ ഖാൻ, കാർത്തിക് ത്യാഗി എന്നിങ്ങനെ ഒരുപിടി താരങ്ങളും അവസരം കാത്ത് വേറെയുമുണ്ട്. T20 ലോകകപ്പ് നൽകിയ ആത്മവിശ്വാസവുമായി മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് ടീം ഇന്ത്യ. IPL-ലെ തിളക്കമാർന്ന പ്രകടനത്തിലൂടെ ദേശീയ ടീമിലേക്ക് ആരൊക്കെ എത്തും? സർപ്രൈസ് എൻട്രികൾ ഉണ്ടാവുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.